ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് നിത്യപാരായണത്തിന് നമുക്ക് നിത്യവും ചൊല്ലാൻ കഴിയുന്ന ദേവീസ്തുതികൾ ഏതെല്ലാമെന്ന് നോക്കാം. ദേവി മാഹാത്മ്യം 11-ാം അധ്യായം നാരായണീ സ്തുതിയാണ്. അതിലെ 9-ാം ശ്ലോകം നിത്യപാരായണത്തിന് ഏറ്റവും ഉത്തമമാണ്. ഇതിനു പുറമെ നമുക്ക് അതിലെ 11, 28, 36 എന്നീ ശ്ലോകങ്ങൾ കൂടി നിത്യം പാരായണം ചെയ്താൽ എല്ലാ ദുഃഖ ദുരിതങ്ങളും അകന്ന് സർവൈശ്വര്യം ഉണ്ടാകും. ഓരോ ശ്ലോകവും അർത്ഥം മനസ്സിലാക്കി വേണം ചൊല്ലേണ്ടത്. നമുക്കാദ്യം 9-ാം ശ്ലോകം നോക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മംഗളമായ വസ്തുക്കളുടെ എല്ലാ മംഗളകാരിണിയും കല്യാണ സ്വരൂപിണിയും പുരുഷാർത്ഥങ്ങൾ സാധിച്ചു കൊടുക്കുന്നവളും ശരണാഗതി അടഞ്ഞവർക്ക് അനുഗ്രഹം കൊടുക്കുന്നവളും 3 കണ്ണുകളുള്ളവളും സ്വർണ്ണ വർണ്ണമുള്ളവളുമായ നാരായണീ ദേവിക്ക് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ അർത്ഥമറിഞ്ഞ് ഈ ശ്ലോകം നിത്യവും ചൊല്ലിയാൽ അമ്മയുടെ അനുഗ്രഹം കൃത്യമായിട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി 11-ാം ശ്ലോകം കൂടി പറയാം. ശരണാഗത ദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ശരണം പ്രാപിക്കുന്ന ദീനന്മാരെയും ആർത്തന്മാരെയും രക്ഷിക്കുന്നത് സ്വന്തം അഭീഷ്ടമായുള്ളവളും സകല ലോകത്തിൻ്റെയും സങ്കടങ്ങളെ ഇല്ലാതാക്കുന്നവളുമായ നാരായണീ ദേവിക്ക് നമസ്കാരം എന്നാണ്. ഈ 2 ശ്ലോകങ്ങളും ചൊല്ലി പഠിച്ചിട്ട് അത് നിത്യവും പാരായണം ചെയ്ത് അമ്മയുടെ അനുഗ്രഹം നേടാൻ ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ കേട്ടോ.